സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. അവർ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് മനുഷ്യക്കടത്താണെന്ന് പറയുന്നത്. ക്രിസ്ത്യൻ സമുദായം മതപരിവർത്തനം നടത്തുകയായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഈ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നത് പോലെ ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? അതുപോലെ BJP പ്രസിഡന്റ് പറഞ്ഞു അവര് നേരിട്ട് ഇതിനെ പുറത്തിറക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അദ്ദേഹം ഈ സിസ്റ്റേഴ്സിന്റെ കൂടെയാണ്. മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലാണ്. ഒരുപാട് ഓർമ്മകളുണ്ട് കലാലയത്തെക്കുറിച്ച്. ജഗതി ഈസ് ഫാർ ഫാർ ബെറ്റർ ദാൻ ചാർലി ചാപ്ലിൻ. എന്തുകൊണ്ട് നമുക്ക് ജഗതിക്ക് ഒരു അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി എനിക്കുണ്ട്. സ്കൂൾ മധ്യവേനൽ അവധി അത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഒരു അനാവശ്യമായ ചർച്ചയാണത്. മലങ്കര കത്തോലിക്ക സഭ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യനായ ബിഷപ്പ് മാത്യൂസ് മാർ പോളികാർപ്പോസ് പിതാവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം പോളികാർപ്പോസ് പിതാവ്. താങ്ക് യു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ പിതാവ് പ്രിൻസിപ്പൽ കൂടിയായിരുന്ന അധ്യാപകൻ, ബർസാർ, അങ്ങനെ പല പദവികൾ വഹിച്ച മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലാണ്. എന്താണ് ഈ കലാലയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് ഓർമ്മകളുണ്ട് കലാലയത്തെക്കുറിച്ച്. കാരണം ഞാൻ കോളേജിൽ ഒരു അധ്യാപകനായിട്ട്, ഹോസ്റ്റൽ വാർഡനായിട്ട്, ബർസാറായിട്ട്, പ്രിൻസിപ്പലായിട്ടാണ് അവസാനം റിട്ടയർ ചെയ്ത് കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. 5 വർഷത്തോളം പ്രിൻസിപ്പലായിരുന്നു. 5 വർഷത്തോളം പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ ഈ 90കളിലാണ് ഞാൻ കയറിയത്. അപ്പോൾ കയറിയ സമയത്ത് പ്രീ ഡിഗ്രി ഉണ്ട്. ഏതാണ്ട് 2000 വരെ പ്രീ ഡിഗ്രിയും കോളേജിൻ്റെ ഭാഗമായിരുന്നു. പിന്നീടാണ് +2ലേക്ക്, പിന്നെ +2 ഉണ്ടാകുന്നത്. സ്കൂളിൻ്റെ ഭാഗമായി മാറുന്നത്. സ്കൂളിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ ഒരു ക്യാമ്പസ് വളരെ ലൈവായിരുന്നു, കളർഫുള്ളായിരുന്നു. ഇന്നിപ്പോൾ ഡിഗ്രി കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറവ് എണ്ണത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റേത് ലൈവായിരുന്നു. കുട്ടികളെല്ലാം ഡിഗ്രി ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കുറേ കൂടെ മെച്യൂർഡ് ആവുന്നു. മെച്യൂർഡ് ആണെന്ന് പറയാൻ പറ്റിയല്ല, കുറേ കൂടെ റിസർവ്ഡ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം ടീനേജ് അഡോളസൻ്റ് ഏജാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഔട്ട് ഗോയിങ് ആണ്, ഔട്ട് പോറിങ് ആണ്. അവരുടെ ചിന്താഗതി വ്യത്യാസമുണ്ട്. ഡിഗ്രി കഴിയുമ്പോഴത്തേന്, ഡിഗ്രിയിലേക്ക് വരുമ്പോഴത്തേന് കുട്ടികളുടെ എല്ലാം ചിന്താഗതി തന്നെ മാറും. പലരും ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും, കാത്തിരുന്നിട്ട് കിട്ടാതെ വന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പ്രീ ഡിഗ്രി കാലം ഒരു ആഘോഷത്തിൻ്റെ കാലം കൂടിയാണ്. പ്രീ ഡിഗ്രി വളരെ ആഘോഷമായിരുന്നു. അന്ന് ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ എളുപ്പമായിരുന്നു. നിയന്ത്രിക്കാൻ എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം ഈ പ്രായമായതായതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അവരുടെ നല്ല തെറിച്ച് നിൽക്കുന്ന ഒരു പ്രായമാണ്. അപ്പോഴതുകൊണ്ട് പിള്ളേരെ ചോരത്തിളപ്പിൻ്റെ ഒരു കാലഘട്ടം. വരും വരവായികളെക്കുറിച്ച് അവർക്ക് വലിയ ബോധ്യമില്ല, ചിന്തകളില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. അത് എനിക്ക് പിൽക്കാലത്ത് പല കാര്യങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഡിഗ്രിക്ക് നമ്മൾ പഠിപ്പിച്ചവരും ആ കുട്ടികളെല്ലാം പിൽക്കാലത്ത് നല്ല നിലയിലേക്ക് എത്തുമ്പോൾ അവരിലുണ്ടാകുന്ന വലിയ മാറ്റം. കുസൃതിക്കാരായിരുന്ന പല കുട്ടികളും നല്ല മിടുക്കന്മാരായിട്ട് ഒക്കെ ആയി മാറി. കൂടുതൽ കുസൃതി കാണിക്കുന്നവരാണ് പിൽക്കാലത്ത് വലിയ മിടുക്കരായി മാറുന്നത്. അതെ, കുസൃതി കാണിക്കുന്നവരാണ്. എൻ്റെ ഒരു ഒബ്സർവേഷൻ പലപ്പോഴും അങ്ങനെയായിരുന്നു. അങ്ങനെ ആ കുസൃതിയെ അങ്ങനെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള നിയന്ത്രണം ആവശ്യമില്ല. ഇല്ല, ബഹളക്കാരാണ് യഥാർത്ഥത്തിൽ നല്ല സിറ്റിസൺസ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നല്ല പൗരന്മാരായി മാറിയിട്ടുള്ളത് ഈ ബഹളം വെച്ച് നടക്കുന്ന പുള്ളികളാണ്. അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ, സാമൂഹ്യമായി ഇടപെടുന്ന കാര്യത്തിൽ ഒക്കെ അവർ മുൻപന്തിയിലാണ്. അതേസമയം ഈ ബുക്കിഷായിട്ടിരിക്കുന്ന കുട്ടികൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, അവരത്രയും മറ്റവരുടെ കൂട്ട് വരികയില്ല. അതുപോലെ സമൂഹത്തോടുള്ള ഒരു സമൂഹത്തിൽ ഇടപഴകുന്നതിലൊക്കെ അവരൊരു റിസർവ്ഡായിരിക്കും. അതെ, റിസർവ്ഡാണ്. അവർക്ക് ആ ഒരു പ്രതിപത്തി, മറ്റുള്ളവർ കാണിക്കുന്നവരുള്ള ഒരു പ്രതിപത്തി ഉണ്ടാകുകയല്ല. ഈ ബുക്കിഷായിട്ടുള്ളവർ അവർ ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പഠിപ്പിസ്റ്റുകളായിട്ട് മാറുകയും അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. ആ രീതിയിൽ പോകും. അതേസമയം ഈ വേളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന്
രാജ്യത്തിന് ഒത്തിരി നന്മ ചെയ്യുന്നവർ എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇപ്പോൾ മാറിവാനിയോസ് കോളേജ് ഇപ്പോൾ 75 വർഷത്തിലെത്തുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 കലാലയങ്ങളിൽ ഒന്നായി മാറി. അതിൻ്റെ ഒരു പുരോഗതിയെക്കുറിച്ച് അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് 42 വർഷത്തോളം ഇവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവായിരുന്നു ആദ്യ പ്രിൻസിപ്പൽ. അപ്പോൾ അദ്ദേഹത്തോടു കൂടി തുടങ്ങിയതാണ്. അതിനുശേഷമാണ് പല പ്രധാന അധ്യാപകർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർ വന്നു. പണിക്കരച്ചൻ ഏതാണ്ട് 18 വർഷത്തോളം ആ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ഡെവലപ്മെൻറ്റുകൾ കോളേജിന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വന്ന ഓരോ കാലഘട്ടത്തിലും വന്ന പ്രധാന അധ്യാപകർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർ കോളേജിനെ വളർത്താനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് ഓരോ തലങ്ങളിൽ നിന്ന്. ഇപ്പോൾ പണിക്കരച്ചൻ്റെ സമയത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അദ്ദേഹം തുടങ്ങി. കോളേജിന് ഒരു ഡിസിപ്ലിൻ, ഒരു പേര് കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് പണിക്കരച്ചൻ്റെ ഈ പ്രിൻസിപ്പൽ പദവി ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വന്നവർക്കെല്ലാം അഡ്മിഷൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മാറിവാനിയോസ് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നത് ഒരു പ്രസ്റ്റീജായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറി മാറിവാനിയോസ് കോളേജ്. അതിനുശേഷം ആ ഒരു നിലവാരം ഇന്നും നിലനിർത്തി പോരുന്നു, കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട്. അതെ, ഒരുപാട് മെച്ചപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു 90കളിലാണ് നമ്മുടെ ഈ നാക് അക്രഡിറ്റേഷൻ ഇന്ത്യയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കേരളത്തിൽ ആദ്യമായിട്ട് നാക് അക്രഡിറ്റേഷന് പോയ ഒരു കോളേജ് മാറിവാനിയോസ് കോളേജും പിന്നെ മാർത്തോമ കോളേജ് തിരുവല്ലയുമായിരുന്നു. ഈ 2 കോളേജാണ്. അന്ന് മാറിവാനിയോസ് കോളേജ് നല്ല നിലവാരത്തിൽ അക്രഡിറ്റഡ് ആയി എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം ഏതാണ്ട് ഇതുവരെയും 5 അക്രഡിറ്റേഷൻ, ഇതുവരെയും 5 അക്രഡിറ്റേഷൻ നടന്നിട്ടുണ്ട്. അക്രഡിറ്റേഷനും റീ അക്രഡിറ്റേഷനുമായിട്ട് നടന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുമൊക്കെ വന്ന കാലമാണിത്. അതനുസരിച്ചാണോ കോഴ്സുകളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? ഇപ്പം കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നത് മാനേജ്മെൻറ്റിനെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് തരുന്ന കോഴ്സുകളാണ് പലപ്പോഴും നമുക്ക് നടപ്പാക്കി കൊണ്ടുപോകാൻ പറ്റുന്നത്. കൂടുതൽ കോഴ്സുകൾ പക്ഷേ ഇവിടെ ഉണ്ട്. കൂടുതൽ കോഴ്സുണ്ട്. ഏതാണ്ട് 12ഓളം ഈ നമ്മുടെ UG കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ 7ഓളം PG കോഴ്സുകളുമുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഭൂരിഭാഗവും. അപ്പോൾ എൻ്റെ സമയത്ത് പലതിനെയും മാത്തമെറ്റിക്സ്, അത് അബ്ദുൽ കലാം സാർ വന്നാണ് ആ മാത്തമെറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം വന്നാണ് അത് സാധിച്ചത്. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഇല്ല, അത് വിദ്യാഭ്യാസ നിലവാരം തന്നെയല്ല, ഡിസിപ്ലിൻ്റെ കാര്യത്തിലും എനിക്ക് വളരെ നിഷ്ഠയുണ്ടായിരുന്നു. കാരണം കോളേജ് മാതാപിതാക്കൾ ഒരു കോളേജ് തിരഞ്ഞെടുക്കുന്നത് വിദ്യാഭ്യാസ നിലവാരത്തിൽ മാത്രമല്ല, അവിടെയുള്ള ഡിസിപ്ലിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ്. നല്ല ഡിസിപ്ലിൻ ഇല്ലാത്ത അടുത്ത് മാതാപിതാക്കൾ കുട്ടികളെ വിടുകയില്ല. അവൻ അല്ലെങ്കിൽ അവൾ കോളേജിൽ പോയിട്ട് തിരിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തുമെന്ന് ബോധ്യമുള്ളിടത്താണ്. പിന്നെ അതുപോലെ തന്നെ നല്ല പഠന നിലവാരമുള്ളിടത്ത് ഒരു രൂപീകരണം കുട്ടികളിൽ നടക്കുമെന്ന് ബോധ്യമുള്ളിടത്തൊക്കെയാണ് മാതാപിതാക്കൾ കുട്ടികളെ വിടുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് പലപ്പോഴും അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ആ പഠന നിലവാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പഠിക്കുന്നതിനൊപ്പം തന്നെ കലാപ്രവർത്തനങ്ങൾക്കുള്ള ഒരു അവസരവും കോളേജ് ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഇവിടെ പഠിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറിനെ എങ്ങനെയാണ് അങ്ങ് ഓർക്കുന്നത്? ജഗതി ശ്രീകുമാറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് അത് വളരെ സങ്കടം വരും. കാരണം ഞാൻ വലിയൊരു കലാകാരനായിട്ടാണ് ഈ ജഗതിയെ കാണുന്നത്. കാരണമുണ്ട്. ഞാൻ ഈ ചാർലി ചാപ്ലിൻ്റെ സിനിമകളൊക്കെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ അതും ജഗതിയുടെ സിനിമകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ജഗതി ഈസ് ഫാർ ഫാർ ബെറ്റർ ദാൻ ഹിം. ഞാൻ ഒരാളെ കുറച്ച് പറയാൻ വേണ്ടിയല്ല. എന്തുകൊണ്ട് നമുക്ക് ജഗതിക്ക്
ഒരു സ്ഥാനം, ഒരു അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി എനിക്കുണ്ട്. അദ്ദേഹം മാർ ഇവാനിയോസ് കോളേജിനെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. ഞാൻ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. പ്രിൻസിപ്പലായിരുന്ന സമയത്ത് അദ്ദേഹം പലതവണ കോളേജിൽ വന്ന് കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുട്ടികളോടായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു പ്രിൻസിപ്പളിനെയാണ് കിട്ടിയിരിക്കുന്നത്, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. മാർ ഇവാനിയോസ് കോളേജിൻ്റെ അന്തസ്സിന് ഉയർന്ന തരത്തിലുള്ള ഒരു പ്രിൻസിപ്പളിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന നേരം എന്നോട് പറഞ്ഞത്, ഞാൻ മൊബൈൽ ഉപയോഗിക്കുകയില്ല, എൻ്റെ ഡ്രൈവറുടെ മൊബൈൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഡ്രൈവറുടെ മൊബൈൽ നമ്പർ അദ്ദേഹം തന്നു. പിന്നീട് ഏതാണ്ട് ഒരു 1-2 ആഴ്ചക്കകമാണ് അപകടം ഉണ്ടാകുന്നത്. എന്നെ വളരെയേറെ ദുഃഖിപ്പിച്ച ഒന്നാണ്. ജഗദീഷ് ശ്രീകുമാറിനെ പോലെ ഒരു നടന് അഭിനയിക്കാൻ കഴിയാതെ പോയത് മലയാള സിനിമയ്ക്ക് നഷ്ടമാണ്. മലയാള സിനിമയ്ക്ക് ഉണ്ടായ വലിയൊരു നഷ്ടമാണ്. കാരണം ഈ സംഘർഷങ്ങളുമായിട്ട് ഇരിക്കുന്ന ഇന്നത്തെ മലയാളിക്ക് ഇതിനൊരു അയവ് വരുത്താൻ ഏറ്റവും നല്ല ഒരു മാർഗം, അല്ലാതെ മറ്റ് ഈ ഇന്നത്തെ പോലെ ഗെയിം കാണുക ഒന്നുമല്ല, സ്ക്രീൻ ഗെയിം കാണുന്ന ഒന്നുമല്ല. ജഗതിയുടെ ഇന്നും ഉള്ളു തുറന്ന് ചിരിക്കണമെങ്കിൽ ജഗതിയുടെ പഴയ കോമഡി സീനുകൾ കാണണം. തീർച്ചയായിട്ടും ആ ഡയലോഗുകളൊക്കെ ഇപ്പോഴും നമുക്ക് വളരെ സുപരിചിതമാണ്. അദ്ദേഹം ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു പ്രതിഭയാണ്. ഞാൻ പറയും അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ അല്ല, തീർച്ചയായിട്ടും ജഗതി ഒരു ലോകോത്തര നടനാണ്, ലോകോത്തര നടൻ തന്നെയാണ്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ അതിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയോ എന്നുള്ളത് സംശയവുമായിരുന്നു. അതെ, ഞാൻ അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും നമുക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു അഭിനയ കലയിൽ ഒരു ജീനിയസ് ആയിരുന്നു എന്നുള്ളത് ഇന്ന് ലോകോത്തര ഈ ഇങ്ങനെയുള്ള കലാകാരന്മാരെക്കാൾ ഏറ്റവും മെച്ചമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റ് ചില നടന്മാരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ജഗദീഷ് മാർ ഇവാനിയോസ് കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം PG ആണ് മാർ ഇവാനിയോസ് കോളേജിൽ പഠിച്ചത്. അതിനുശേഷം മാർ ഇവാനിയോസ് കോളേജുമായിട്ട് ഇപ്പോൾ അമിക്കോസ് എന്ന് പറയുന്ന സംഘടനയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹവും നമ്മുടെ കോളേജിൻ്റെ ഒരു വലിയ അഭിമാനമാണ്. കേരള കൗമുദി ചീഫ് എഡിറ്റർ ആയിരുന്ന ശ്രീ MS രവിയായിട്ടും അങ്ങേക്ക് അടുപ്പമുണ്ടായിരുന്നു? എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. ഈസ് എ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ, ഐ വുഡ് സേ. അതിനകത്ത് എനിക്ക് ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് മനുഷ്യൻ, ഒരു ജെൻറ്റിൽമാൻ, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ എഡിഫൈഡ് ആകും, ഒത്തിരി എഡിഫൈഡ് ആകും. അദ്ദേഹത്തിൻ്റെ മക്കളാണല്ലോ പ്രത്യേകിച്ച് ദർശനെ. അതെ, ദർശൻ രവി ഇപ്പം ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറാണ്. ദർശൻ രവി അതുപോലെ തന്നെ ദീപുവും, അവർ രണ്ടുപേരും. ഈ രവി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമിക്കോസിന് വേണ്ടി, മാർ ഇവാനിയോസ് കോളേജിന് വേണ്ടി അദ്ദേഹം എത്ര സമയം ചെലവഴിക്കാനും തയ്യാറാണ്. മറ്റാരും വരാത്ത മീറ്റിങ്ങുകളിൽ, എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിലൊക്കെ രവി സാർ വരും. സാർ വന്ന് എല്ലാം സ്വന്തം കാര്യം പോലെ മാർ ഇവാനിയോസ് കോളേജിനെ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എനിക്ക് തോന്നുന്നു ദർശൻ രവിയെ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഫ്രഞ്ച് പഠിപ്പിച്ചിട്ടുണ്ട് ദർശനെ. ദർശൻ രവി ഇപ്പോൾ ഇത്രയും അമിക്കോസിൻ്റെ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അത് മാർ ഇവാനിയോസ് കോളേജിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അവിടുത്തെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് എനിക്കും വളരെ സന്തോഷമുണ്ട്. നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഉന്നത നിലയിൽ, ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, മാതാപിതാക്കളോടൊപ്പം സന്തോഷിക്കുന്നത് അധ്യാപകരാണ്. ഒരു അസൂയയില്ലാത്ത ഒരു കൂട്ടർ നമുക്ക് പറയാവുന്നത് അധ്യാപകരാണ്. കുട്ടികളെ ഏറ്റവും നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ അസൂയ വരാം, പക്ഷേ ഒരു അധ്യാപകൻ ഒരിക്കലും ഒരു അസൂയ വരികയില്ല. അവന് സന്തോഷിക്കത്തേ ഉള്ളൂ അവൻ്റെ വിദ്യാർത്ഥികൾ നല്ല നിലയിലെത്തുന്നത്. അതുപോലെ ഇവിടെ പിന്നെ സഞ്ജു സാംസണും ഒക്കെ ഇവിടെ പഠിച്ചത്. സഞ്ജു സാംസണ് ഇവിടെ പഠിച്ചതാണ്. സഞ്ജു സാംസൺ പക്ഷേ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ്, പഠിപ്പിച്ചിറങ്ങിയതിന് ശേഷം. അതിനകത്തൊരു കാര്യം ഓർക്കേണ്ടത്, ഞാൻ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് ബാസ്കറ്റ് ബോളിലായിരുന്നു വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത്. നാഷണൽ ലെവലിലുള്ള പ്ലെയേഴ്സ് മാർ ഇവാനിയോസ് കോളേജിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോഴത്തേന് ഒരു കോളേജ്
അറിയപ്പെടണമെങ്കിൽ അത്യാവശ്യമായിട്ട് അവിടെ ക്രിക്കറ്റ് വേണം. അപ്പോൾ ഞാൻ ഒരു ക്രിക്കറ്റ് ടീം കേരള യൂണിവേഴ്സിറ്റിയിൽ ക്രിക്കറ്റ് ടീം കോളേജിലുണ്ടാക്കി. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വേണം ആ കാര്യത്തിൽ. അപ്പോൾ അവിടെ ക്രിക്കറ്റ് ടീം ഉള്ളത് കൊണ്ടാണ് ഈ സഞ്ജു അടുത്ത വർഷം ഞാൻ ഇറങ്ങിയതിൻ്റെ അടുത്ത വർഷം വന്ന് ജോയിൻ ചെയ്യുന്നത്. അത് ശരി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ടീമിൽ പങ്കെടുക്കാൻ. അതുകൊണ്ടാണ് ആ കോളേജ് സഞ്ജു വഴിയായിട്ട് കോളേജും അറിയപ്പെട്ടു, കോളേജ് വഴിയായിട്ട് സഞ്ജുവും അറിയപ്പെട്ടു എന്നുള്ളതാണ് ഒരു സത്യം. ഈ ബാസ്കറ്റ്ബോൾ വിമൻസ് ബാസ്കറ്റ്ബോളും എൻ്റെ സമയത്താണ് ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അത്ലറ്റിക്സ് വലിയ പ്രാധാന്യം മാർവാനിയസ് കോളേജ് കൊടുത്തിരുന്നില്ല. പക്ഷെ അതിന് ഞാനൊരു ടീം ഉണ്ടാക്കി, അത്ലറ്റിക്സ് ടീം ഉണ്ടാക്കി. കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ടീം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പഠനത്തിനൊപ്പം കായിക രംഗവും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? കായിക രംഗം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട. ഞാൻ പറയും ഇന്നത്തെ കുട്ടികൾ തെറ്റിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ കായിക രംഗത്ത് ഏതെങ്കിലുമൊക്കെ അവർക്കിഷ്ടമുള്ള ഒരു കായിക രംഗം അവർ തിരഞ്ഞെടുക്കണം. ഇന്ന് പല കുട്ടികളും തെറ്റിലേക്ക് പോകുന്നെങ്കിൽ അതിൻ്റെ കാരണം അവർക്ക് വേറൊന്നും ചെയ്യാനില്ല, മുഴുവൻ സമയവും മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഞാൻ ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കളിക്കണമെന്നുള്ള ഒരാവേശം, അതായത് ഏത് വിഷയത്തിന് ഏതിനാണോ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള ഒരു ഗെയിം തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ ബെസ്റ്റാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ ഞാൻ പറയും, ഇന്നത്തെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും ഗെയിമുകളിൽ, ഏതെങ്കിലും സ്പോർട്സിൽ ഗെയിമിൽ അതായിരിക്കണം അവരെ ഹരം പിടിപ്പിക്കേണ്ടത്. നമ്മൾ ലഹരിയെക്കുറിച്ചൊക്കെ പറയുമല്ലോ, ഇതായിരിക്കണം ലഹരി. അവരുടെ കുട്ടികളുടെ ലഹരി എന്ന് പറയുന്നത് ഏതെങ്കിലും ഗെയിം ആയിരിക്കണം, സ്പോർട്സ് ആയിരിക്കണം. അല്ല, ഏത് സമയം പഠിക്കൂ എന്ന് പറയുന്ന അല്ല, അതിനകത്ത് പഠിക്കുകയും വേണം, എന്നാൽ കളിക്കുകയും വേണം. പഠിക്കുക വേണം, പക്ഷേ മുഴുവൻ സമയവും പഠിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? ഒരു മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായിത്തീരുന്നത് അയാൾ ഫിസിക്കലായിട്ട് ഫിറ്റായിരിക്കണം, അതുപോലെ തന്നെ മെൻ്റലായിട്ട്. അതാണ് അക്കാഡമിക് പഠിത്തത്തിന് നമ്മൾ ശ്രമിക്കുന്നത്. സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന അക്കാഡമിക്കലി യു ആർ ഫിറ്റ് വെൻ യു ആർ ഔട്ട് ഓഫ് ദി. ഇപ്പോൾ കലാലയങ്ങളിലും മറ്റുമൊക്കെ കേരളത്തിലടക്കം ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അന്നേരം ഈ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിന് ഒരു പരിധി. അതാണ് ഞാൻ പറയും, അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പരിധി വരെ ഈ ലഹരി ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് പഠനവും അതുപോലെ തന്നെ ഈ കളികളും ഒരു ലഹരിയായിട്ട് മാറണം. ലഹരി എന്ന് പറയുന്നത് തെറ്റല്ല, നല്ല അർത്ഥത്തിൽ അതിനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലഹരി കുട്ടികൾക്കൊരു ഈ കളികൾ ഒരു ലഹരിയായിട്ട് മാറണം. അതുമാത്രമല്ല, മൊബൈലിൻ്റെ ഒരു അഡിക്ഷൻ പൊതുവെ ആൾക്കാരിലുണ്ട്. ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഈ അടുത്ത സമയത്ത് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നേരത്തെയൊക്കെ പണ്ടൊക്കെ കോളേജുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം കുറഞ്ഞു കോളേജുകളിൽ. മുഴുവൻ സമയവും ഈ കുട്ടികൾ മൊബൈലിലാണെന്നാണ് ഒരു അധ്യാപകൻ പറഞ്ഞത്. ഈ കുട്ടികൾ ക്ലാസ്സിൽ അധ്യാപകരോട് ഒരു പ്രതിബദ്ധതയില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ടീച്ചറെ? അപ്പോൾ പറഞ്ഞു മാതാപിതാക്കളോടുമില്ല, മാതാപിതാക്കളോടും ഒരു പ്രതിബദ്ധതയില്ല. കാരണം മുഴുവൻ സമയവും മൊബൈൽ അഡിക്ഷനാണ്. അത് മാതാപിതാക്കൾക്കും അതിലൊരു പങ്കുണ്ട്. ഇപ്പം വീട്ടിലൊരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം മക്കൾ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്, അച്ഛനും അമ്മയും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. മൊബൈല് മാതാപിതാക്കളാണ് നല്ല മാതൃക. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ടൈം വെക്കുക, ഇത്ര സമയം ഉപയോഗിക്കുക, ഇത്ര സമയം മുതൽ ഇത്ര സമയം മൊബൈൽ ടൈം വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ചില കാര്യങ്ങളും അതിനും ഉണ്ടല്ലോ. ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അതിൽ കൂടെ കിട്ടും. അത് മൊബൈൽ ഉപേക്ഷിക്കണമെന്നോ ഉപയോഗിക്കരുതെന്നോ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തയുള്ള ആളല്ല. പക്ഷേ നിയന്ത്രണമില്ലാതെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഇതിന് അഡിക്ഷനായി. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഒരു ചെറിയ മുറിയും 8-10 കുട്ടികളുമുള്ള ഒരു കുടുംബമായിരുന്നു. ഇന്നങ്ങനല്ല, ഒരു വലിയ വീടും 1-2 പേരും മാത്രമാണ്. അപ്പോൾ ഈ വീടുകളിലേക്ക് ഈ കുട്ടികൾ അവർക്ക് ഓരോരുത്തർക്കും മുറിയുണ്ട്. ഒരു മുറിയിൽ കയറി ഇവൻ അല്ലെങ്കിൽ ഇവൾ കഥകടച്ച് കഴിഞ്ഞ് ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്
ഏത് തരത്തിലുള്ള കോണ്ടാക്റ്റാണ് നടത്തുന്നത് ഒന്നും മാതാപിതാക്കൾ അറിയുന്നില്ല. അത് മാതാപിതാക്കളെ ഏത് രീതിയിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അത് സമൂഹം കണ്ടുപിടിക്കേണ്ട, മാതാപിതാക്കൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ മാറിവാനീസി പഠിപ്പിച്ച പ്രിൻസിപ്പൽമാരെ കുറിച്ച് പറഞ്ഞെങ്കിലും അധ്യാപകരും വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിട്ടുണ്ട്. പേരെടുത്ത് പറയാവുന്ന തീർച്ചയായിട്ടും വയലാ വാസുദേവൻ എന്ന് പറയുന്ന സാറ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നെ നാടകത്തിൽ, നാടകരംഗത്ത് കേരളത്തിൽ നാടകം ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കുന്നതിന് ആധുനിക നാടകത്തിന്റെ ഒരു പ്രധാനിയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ജോർജ് ഓണക്കൂർ സാറ്, അദ്ദേഹം ഇപ്പോഴും സാഹിത്യരംഗത്ത് ഒരു സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. അതുപോലെ സയൻസ് രംഗത്ത് പ്രവർത്തിച്ചവരുണ്ട്. വലിയ നല്ല സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രൊഫസർ ജയകുമാറുണ്ട്, പ്രൊഫസർ ജിജി എന്ന് പറയുന്ന ഒരു സാറുണ്ട്, ജിജി തോമസ്. പുള്ളിക്ക് അദ്ദേഹത്തിന് 7ഓളം പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രരംഗത്ത് പ്രഗത്ഭരുണ്ടായിട്ടുണ്ട്. 75 വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവാണ്. ഇപ്പം എന്തായാലും ഇത് ഒരു അഭിമാന നിമിഷമാണ് അല്ലേ? തീർച്ചയായിട്ടും 75 വർഷം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നീണ്ടതല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 75 ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് 75-ലെ ചെറുപ്പമാണ്. അതിങ്ങനെ ആ ചെറുപ്പമായിട്ട് നിലനിന്ന് പോകണം. മാറിവാനീസ് കോളേജിന് ഒത്തിരി അഭിമാനിക്കാനുണ്ട്. ഒത്തിരിയേറെ പ്രതിഭകളെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ കോളേജിൻ്റെ ഈ പ്ലാറ്റിനം ജൂബിലിയുടെ സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവരെല്ലാം ഇന്നും സജീവമായിട്ട് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഗ്നാത്തിയോസ് തിരുമേനി റിട്ടയർ ചെയ്ത വേളയിലാണ് 1 മാസം മുമ്പ് അങ്ങ് മാവേലിക്കര രൂപതയുടെ അധ്യക്ഷനാവുന്നത്. അതേ രൂപതയിലെ തന്നെ അംഗവുമാണ്. ഈ പുതിയ ഒരു നിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു ചലഞ്ചിങ് ആണ്. പുതിയൊരു നിയോഗം എന്ന് പറയുമ്പോൾ അതൊരു സ്ഥാനം എന്നതിനേക്കാൾ ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ള വലിയൊരു ദൗത്യമുണ്ട്. അതിനെ വളർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വമാണത്. വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ഈ വൈദിക വൃത്തിയിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു? ശൈശവത്തിൽ കുടുംബാന്തരീക്ഷമൊക്കെ എങ്ങനെയായിരുന്നു? ശൈശവത്തിൽ എൻ്റെ ഒരു വികാരിയായിട്ട് ഒരച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ ജീവിതമാണ് എന്നെ ഒത്തിരി ആകർഷിച്ചത്. അദ്ദേഹം വൈദികനായി കഴിഞ്ഞ് എൻ്റെ ഇടവക വികാരിയായിട്ട്, അസിസ്റ്റൻറ്റ് വികാരിയായിട്ടാണ് വന്നത്. പക്ഷെ ആൾ നല്ല എല്ലാ കാര്യം, അച്ഛന് ഈ എല്ലാ ഫീൽഡും അദ്ദേഹത്തിന് വഴങ്ങുന്ന ഒരു ഫീൽഡായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു പ്ലാറ്റിനം ജൂബിലിയുടെ സമയത്ത് അതിന് തൊട്ടടുത്ത പള്ളിയാണ്, ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളാണ്. അദ്ദേഹം ഒരു എക്സിബിഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റേതായൊരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സാധാരണ രീതിയിൽ ആരും അങ്ങനെയുള്ളതൊന്നും ചെയ്യല. അതുപോലെ തന്നെ കുട്ടികളെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു വൈബ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈദികൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അതിനുവേണ്ടി ഒരു വിത്ത് വന്നത്. വീട്ടിലെ അന്തരീക്ഷം അതിന് അനുകൂലമായിരുന്നു. വീട്ടിൽ അങ്ങനെ ആയിരുന്നു. വീട്ടിൽ അമ്മ നല്ലോണം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. വേറെ ഇപ്പം പഠിപ്പിച്ച അധ്യാപകനായി, എന്നാലും വേറെ എന്തെങ്കിലും അന്ന് ബാല്യത്തിലോ കൗമാരത്തിലോ വേറെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് പോകണമെന്ന് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്? വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ബാസ്കറ്റ്ബോൾ സ്പോർട്സിൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ സ്പോർട്സിൽ പലപ്പോഴും ഞാൻ വടവാതൂർ സെമിനാരി എന്ന് പറയുന്ന ഒരു സെമിനാരി, കോട്ടയം, അവിടെയാണ് പഠിച്ചത്. അവിടെ 400 കുട്ടികൾ ഉള്ള അവരുമായിട്ടുള്ള ഒരു വലിയ കോമ്പറ്റീഷൻ സ്പോർട്സിലൊക്കെ ഉണ്ടാകും. അതിൽ പങ്കെടുത്തിരുന്നു. അതിലൊക്കെ ഞാനായിരുന്നു. ഹൈ ജമ്പ്, ലോങ് ജമ്പിനൊക്കെ എപ്പോഴും ഫസ്റ്റ് വരുന്നത് ഞാനായിരുന്നു. പിന്നെ ബാസ്കറ്റ് ബോളിന് ഞങ്ങൾ 5 പേരിലെ ഫസ്റ്റ് 5 പേരിലുള്ള ഒരാളായിരുന്നു ബാസ്കറ്റ് ബോൾ ടീം. രംഗത്ത് സജീവമായിരുന്നു. എൻ്റെ ബാസ്കറ്റ് ബോൾ കളി ഒത്തിരി വൈറലായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനിത് കാണിക്കാം. അത് നിങ്ങൾ കാണിക്കാം. അത് ശേഷം പിന്നീട് അതൊക്കെ നിർത്തി. ഞാൻ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിത്താർ വായിക്കുമായിരുന്നു. അതെല്ലാം
ഒരു കാലഘട്ടത്തിൻ്റെ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ റെഫറി, ബാസ്കറ്റ്ബോൾ റെഫറി പാസ്സായതാണ്. അച്ഛൻ അമ്മ ഒക്കെ അവരൊക്കെ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു. എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പച്ചൻ നേരത്തെ മരിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ മരിക്കുന്നത്. അന്നത്തെ പേരെന്തായിരുന്നു പിതാവിൻ്റെ? ഇപ്പോൾ പറയുന്നതിന് കുഴപ്പമില്ലെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞാൽ. എൻ്റെ പേര് മോഹൻ എന്നാണ്. മോഹൻ എന്നായിരുന്നു. അതൊരു പൊതുവെ ഒരു ക്രൈസ്തവ നാമം അല്ലല്ലോ. അല്ല, പക്ഷേ എൻ്റെ ബന്ധത്തിൽ ഞങ്ങൾ അങ്ങനെ പേരുള്ളവരുണ്ടായിരുന്നു അല്ലേ? ക്രൈസ്തവ പേരല്ല, ശരിയാണ്. പക്ഷേ എന്നെ മോഹൻ എന്നാണെന്ന് എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. ഇത് കണ്ടുകൊണ്ട് ഇന്ന ആളുകൾ അത് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയില്ല. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പം അത് മാവേലിക്കര രൂപതയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഉണ്ട്. ഈ സ്കൂൾ സമയത്തിൽ അവധി, സ്കൂൾ സമയമാറ്റമല്ല, സ്കൂൾ മധ്യവേനൽ അവധി, അത് പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈയിലേക്ക് മാറ്റണം എന്നുള്ളൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. തീരുമാനമായിട്ടില്ല, എന്താണ്? പക്ഷേ അത് ഒരു അനാവശ്യമായ ചർച്ചയെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. ഒരു അനാവശ്യമായ ചർച്ചയാണത്. കാരണം കാലാകാലങ്ങളിൽ ഇതുവരെയും ഈ നമ്മുടെ അവധി എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസമാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ മിക്കവാറും കിണറുകൾ, കുളങ്ങൾ, ജലസ്രോതസ്സുകളെല്ലാം നിലയ്ക്കും. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ പോകുമ്പോൾ അവിടെ വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് പല സ്കൂളുകളിലും. അതിന് ദൂരെയെങ്ങും പോയി വലിയ റിസർച്ചൊന്നും നടത്തേണ്ട ആവശ്യമില്ല. സ്കൂളുകളിൽ വെള്ളമില്ല. അതുകൊണ്ട് തന്നെയല്ല, വലിയ വേനലാണ്. പിന്നെ വേനൽ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഒരവധി, വേനൽ അവധി എന്ന് പറയുമ്പോൾ അതിന് കാത്തിരിക്കുകയാണ് മാതാപിതാക്കൾ, പേരൻസ് ഇവിടെ കുട്ടികളുമായിട്ട് യാത്ര പോകുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറയുന്നു, ആത്യന്തികമായിട്ട് ഇതിൻ്റെ കാരണം കാലാകാലങ്ങളിൽ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങൾ അവധി വരാനുള്ള കാരണം വെള്ളത്തിൻ്റെ കുറവാണ്, ദൗർലഭ്യം. അത് ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ വെള്ള ദൗർലഭ്യം മാറുമെന്ന് എനിക്കറിയാം. മഴക്കാലം ആകുമ്പോൾ ഒരുപാട് ദിവസം അവധി കൊടുക്കേണ്ടി വരുന്നു. എത്ര ദിവസം കൊടുത്തു എന്ന് അതിനൊരു ഇതെടുക്കുന്നത് നല്ലതായിരിക്കും. എത്ര ദിവസം മഴക്കാലത്ത് നമ്മൾ അവധി കൊടുത്തു എന്നുള്ളതൊന്ന് ചോദിക്കുക. അതേസമയം വേനൽക്കാലത്താണ് ക്ലാസ് വെച്ചാൽ എന്നും അടച്ചുപൂട്ടേണ്ടി വരും. കാരണം വെള്ളമില്ലാതെ പറ്റുകയല്ല. ആ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. മറ്റൊരു കാര്യം, അടഞ്ഞ ഒരു അധ്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പോലും അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ജയിലിലാണ്. അതെ, അതിൻ്റെ അവർക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ വൈകാതെ ലഭിച്ചേക്കുമായിരിക്കും. ഇത്തരം സംഭവങ്ങൾ വളരെ നിർഭാഗ്യകരമല്ലേ? തീർച്ചയായിട്ടും അത് പറയാതെ. അതായത് അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണ്? മനുഷ്യക്കടത്ത്. അതെ അതെ. അപ്പം ഞാനിപ്പോൾ എൻ്റെ കാറിൽ 2 പേരുമായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്നെ കുറ്റം ആരോപിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്തി നിങ്ങൾ മനുഷ്യക്കടത്ത് നടത്തുകയാണെന്ന് പറയാമല്ലോ. അവർ പൊതുവായ ഒരു സ്ഥലത്ത്, ദുർഗെന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ പൊതുവായ ഒരിടമാണത്. അവർ 2-3 പേര് അപ്പോൾ ഒറ്റയ്ക്ക് പോകണമെന്നാണോ പറയുന്നത്? നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലെന്നാ പെൺകുട്ടികൾ തന്നെ അല്ല, അത് അവിടെ നിൽക്കട്ടെ. അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാവോ? ഒന്നിലധികം പേര് യാത്ര ചെയ്തുകൂടായി? ഒന്നിലധികം പേര് യാത്ര ചെയ്താൽ മനുഷ്യക്കടത്താണെന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അവർ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് മനുഷ്യക്കടത്താണെന്ന് പറയുന്നത് എങ്ങനെ? ഇനി മതപരിവർത്തനത്തിൻ്റെ കാര്യമാണ് രണ്ടാമത് പറയുന്നത്. എവിടെയാണ് ഇവിടെ? ഇപ്പം നമ്മൾ കത്തോലിക്കാ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം മതപരിവർത്തനം നടത്തുകയായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഒരിക്കലും അങ്ങനെ ഒരു മതപരിവർത്തനം നടത്തുന്നതല്ല. ഒരിക്കലും അത് നമ്മുടെ ചിന്തയിൽപ്പെടുന്ന കാര്യമല്ല. പിന്നെ ആരെങ്കിലും എനിക്ക് ഇതുപോലെ ആകണം, ജീവിക്കണം, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്നൊരാൾ പറഞ്ഞാൽ അതിനെ എതിർത്ത് നിൽക്കാൻ നമുക്കാർക്കും പറ്റുകയില്ല. അത് ഒരു കാരണമില്ലാതുള്ള ഇത് ഒരു കാരണമില്ല. ഇത് ഇങ്ങനെയുള്ള ബജറാങ് ദൾ എന്നൊക്കെ പറയുന്നത് ഒരു ഭീകര സംഘടനയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, അവരുടെ പ്രവർത്തനവും അങ്ങനെ ആയിരുന്നല്ലോ. അവര് വന്നിട്ട് ഈ കോടതിക്ക് ഇങ്ങനെയാണ് ഇത് സമൂഹത്തിൽ, അതായത് ലോക രാഷ്ട്രങ്ങളുടെ മുൻപിൽ നമ്മളെ വളരെയേറെ ഇടിച്ചു കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു മാന്യമായി അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനോട്, ഒരു സ്ത്രീകളോട്, സിസ്റ്റർ പോട്ടെ,
ഒരു സ്ത്രീയോട് നമ്മൾ ആ ആളുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയും? കേരളത്തിൽ പറയുകയില്ല. ഞാൻ പറഞ്ഞാൽ അന്നേരം വിവരം അറിയും. പിന്നല്ലേ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ അവർ വളരെ അപരമര്യാദയായിട്ട് അവരാരാണ്? ഈ ഒരു സ്ത്രീ വന്ന് അവിടെ ഇവരോട് സംസാരിക്കുന്നു. അവരാരാണ് ചോദിക്കാൻ? അവന് അധികാരികളില്ലേ ഉണ്ടെങ്കിൽ? അല്ല, ഇതിപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല അതിനൊരു രാഷ്ട്രീയ മാനവും വന്നിട്ടുണ്ട്. BJP എന്നുള്ള പാർട്ടി കേരളത്തിൽ ഇപ്പോൾ ക്രൈസ്തവ സഭയായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ട്. അവർ അരമനകളിൽ സന്ദർശിക്കുന്നു. അതിനെക്കുറിച്ചൊരു വിമർശനം വന്നത് കേരളത്തിൽ കേക്കും ഉത്തരേന്ത്യയിൽ കൈവിലങ്ങും എന്നാണ്. അതിനെക്കുറിച്ച് എന്ത് പറയും? അല്ല, എനിക്കതിനെക്കുറിച്ച് പറയാൻ അവരൊരു സൗഹൃദം ഉണ്ടാക്കാൻ എല്ലാ ക്രിസ്ത്യൻസുമായിട്ടും സഭാ നേതാക്കന്മാരുമായിട്ടുമൊക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതിപ്പോഴേ അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല, അപ്പുറമായിട്ട് അത് പോയി എന്നുള്ളതാണ് അതിനകത്ത്. അതുപോലെ BJP പ്രസിഡന്റ് പറഞ്ഞു അവർ നേരിട്ട് ഇതിനെ പുറത്തിറക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്, ഇവരെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം മനസ്സിലാക്കുമ്പോൾ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡയലോഗായിരുന്നു, ഒരു സംസാരമായിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും രാജ്യം ഭരിക്കുന്നവരെയും നടക്കം വേണ്ടത് തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം ഇനിയും വടക്കേ ഇന്ത്യയിലൊക്കെ ഇതുപോലെ സിസ്റ്റേഴ്സ് ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നത്. അതെ, ഒരുപാട് പേര് അവിടെ പ്രവർത്തിക്കുന്നു. ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നത് പോലെ ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? സമൂഹത്തിലെ സമർപ്പിത സേവനമാണ്. ഏറ്റവും, അതായത് ഓണം കേറ മൂലകളിൽ പോയി ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആദിവാസികളുടെ ഏത് ജാതിയാണോ മതം ഒന്നും നോക്കാതെ തന്നെ ഏറ്റവും തഴയപ്പെട്ട ഇടങ്ങളിൽ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇവർ പോയി അവർക്ക് സേവനം ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ വലിച്ചഴിച്ച് ജയിലിലാക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ്. എനിക്കൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പം തന്നെ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ പള്ളിയിലുമൊക്കെ പോവുകയും കുറെ കൂടെ വളരെ ഒരു നയപരമായിട്ടുള്ള ഒരു ഇടപെടൽ ശക്തമാക്കുന്ന വേള കൂടിയായിരുന്നു ഇത്. അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ വന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അദ്ദേഹം തന്നെ ഇടപെടുമെന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും ഇടപെടുമായിരിക്കും. അദ്ദേഹം ആ ഒരു നല്ല സൗഹൃദം താഴെ തട്ടിൽ വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് മാറിവാനിയോസ് തിരുമേനിയെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തി. അതായത് വിശുദ്ധനാക്കുന്ന പ്രക്രിയ ഇനി എങ്ങനെ ആയിരിക്കും അതിൻ്റെ? ഇനിയും വിശുദ്ധൻ്റെ പദവിയിലേക്ക് എത്തുന്നതിന് മുൻപ് മറ്റൊരു കടമ്പ കൂടിയുണ്ട്. വാഴ്ത്തപ്പെട്ടവരെന്ന് പറയും. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വ്യക്തമായ ഒരു അത്ഭുതം നടക്കണം. ആ അത്ഭുതം ഉണ്ടെങ്കിൽ മാത്രമേ വാഴ്ത്തപ്പെട്ടവരെന്നുള്ള പദവിയിലേക്ക് ഉയർത്തുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി റോം കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അത്ഭുതം മാറിവാനിയോസ് പിതാവിൻ്റെ നാമത്തിൽ നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലർക്കും അത് പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതെടുത്തു കാണിക്കത്തക്ക ഒരു അത്ഭുതം ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത ആ ഒരു പദവിയിലേക്ക് എത്തുകയുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു, ഇപ്പം പുതിയ മാർപ്പാപ്പ വന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ലിയോ മാർപ്പാപ്പ അദ്ദേഹം കേരളത്തിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. നേരത്തെ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. ഒരു സഭ എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. കേരളത്തിലേക്ക് വരാൻ സാധ്യത അത് നമ്മുടെ ഗവൺമെൻറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ വിശ്വാസസംബന്ധമായിട്ടും ഇതുവരെയും തുടർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അദ്ദേഹം തുടർന്നു കൊണ്ടുപോകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇപ്പം കേരളത്തിൽ പൊതുവെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. ഇപ്പം ഇന്ത്യ മൊത്തത്തിലെടുത്താൽ ഏറ്റവും സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന, അഭിപ്രായം പറയാവുന്ന ഒരു നാടാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലൊരു മത സ്പർദ്ധ അല്ലെങ്കിൽ ഒരു സങ്കുചിത ചിന്താഗതി ആൾക്കാർക്കിടയിൽ വളരുന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ അത് ഒരു പുറത്തു വന്ന ഒരു സംഘർഷത്തിലേക്കോ സംഘടിതമായ ഇതിലേക്ക് വരത്തില്ല. കാരണം നമ്മളത്ര എല്ലാ അർത്ഥത്തിലും നമ്മൾ സംസ്കൃതി പ്രാപിച്ചവരാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കേരളീയർ അങ്ങനെയാണ്. ഒരു കാര്യത്തിലും കയറി ഈ മതസംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോഴാരെങ്കിലും മതത്തെക്കുറിച്ച് ചോദിക്കാറുണ്ടോ? ഏത് ജാതിയാണെന്ന് ചോദിക്കാറുണ്ടോ?
അത് കേരളത്തിൽ മാത്രമാണ്. അതേസമയം നിങ്ങൾ കേരളത്തിന് വെളിയിൽ പോയി നോക്കിയോ, അവരുടെ മനസ്സിൽ ആദ്യമേ വരുന്ന ഇത് രണ്ടുമായിരിക്കും. അതാണ് ആ കേരളത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇല്ല, അത് ഓരോ ഞാൻ പറഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരല്ലേ. അപ്പോൾ സംസ്കൃതി പ്രാപിച്ചവർ, വിദ്യാഭ്യാസം നേടിയവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചോദിക്കുകയാണ്. മലയാളിയെ പൊതുവെ ഓണവും ക്രിസ്മസും പെരുന്നാളും എല്ലാം ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചാണ് കാണുന്നത്. അതേസമയം ഇപ്പം മതേതരത്വമാണ്, പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ മതമുണ്ട്. അതിനാരും ഒന്നും പറയുന്നില്ല. ഞാൻ വീട്ടിൽ എൻ്റെ മുറിയിൽ ഞാൻ ബൈബിളാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭാഗവതമാണ് വായിക്കുന്നത്. ഇത് ഓരോരുത്തർക്കും, ഞാൻ ഖുറാനാണ് വായിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ. അതേസമയം പൊതുവായിട്ട് വരുമ്പോൾ അതൊരു മതേതരത്വത്തിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് കേരളമെന്ന് ഞാൻ പറയും. ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കാണുന്ന തരത്തിലുള്ള ഒരു ഔന്നത്യം കേരളത്തിൽ നമ്മുടെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഭംഗിവാക്കല്ല, നമ്മുടെ ആളുകൾക്ക് ആ ഒരു ഔന്നത്യമുണ്ട്. ജീവിതം അങ്ങേ പഠിപ്പിച്ചത് എന്താണ് അങ്ങേ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫിലോസഫി? തീർച്ചയായിട്ടും കർത്താവ് കാണിച്ചു തന്ന വഴിയാണല്ലോ എൻ്റെ മുൻപിലുള്ളത്. ആ വഴിയെ മുന്നോട്ട് പോവുക എന്നുള്ളത്. കർത്താവ് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ തീരുമാനമെടുക്കുമ്പോഴും ആ രീതിയിൽ അതാണ് എൻ്റെ മുന്നിലുള്ള ഒരു വഴി. വിശ്വാസ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? വിശ്വാസ സമൂഹം അവരുടെ വിശ്വാസം ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം. അതേസമയം ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യ ഒരു മഹത്തരമായ രാജ്യമാണ്. ഇത്രയും ഭാഷകളും ഇത്രയും മതവും ഇത്രയും കൾച്ചറുകൾ, ഇത്രയും വൈവിധ്യം എന്ന് പറയുന്നത് വേറൊരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി വേറൊരു രാജ്യത്ത് പോയാലും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അതിനെ വികലമാക്കുകയാണ് നമ്മുടെ ഇന്നത്തെ രീതിയിൽ പലരും ഇത്തരം സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം ഒരു കുഴപ്പമില്ല, താഴ്ത്തിക്കെട്ടാതിരിക്കുകയും അവരോട് യോജിച്ചു പോകാനും നമുക്ക് സാധിക്കണമല്ലോ. അതാണ് മതേതരത്വം. മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ കേൾക്കുക, കാണുക. ഇവിടെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്തുമ്പോഴത്തേന് എല്ലാവരും കൂടെ നിന്ന് അത് കാഴ്ചക്കാരായി നിന്ന്, കാരണം അത് ക്രിസ്ത്യാനികളുടെ ഒരു വിശേഷ ദിവസമാണ് എന്ന് ഉള്ള ഒരു റെസ്പെക്റ്റ്, ബഹുമാനത്തോടു കൂടിയാണ് ആ നിൽക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അത് ഇപ്പം ഉത്സവം നടക്കുമ്പോൾ എല്ലാവരും അതിനെ നോക്കിക്കാണുകയാണ്. കാരണം വളരെ ബഹുമാനത്തോടു കൂടിയാണ് അതിനെയൊക്കെ കാണുന്നത്. അതെ, അതിപ്പോൾ ഓണം തന്നെ കേരളത്തിൽ ഓണം എല്ലാവരും കൂടെ ആഘോഷിക്കുന്നത്. എല്ലാവരും കൂടെ, വേറൊരിടത്തും അതുപോലെ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഓണം എല്ലാവരുടെയും കൂടെ ആണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ മാർവാ ന്യൂസിൻ്റെ പ്ലാറ്റിനം ജൂബിലി കൂടുതൽ ആഘോഷങ്ങൾ മഹത്തരമാകട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് പ്രത്യേകിച്ച് VS രാജേഷിനും അതുപോലെ തന്നെ ദർശൻ സാറിനും ടീമിനും കുടുംബങ്ങൾക്കും എല്ലാം എൻ്റെ പ്രത്യേക നന്ദി.